ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്നെ വെച്ച് പൈസ ഉണ്ടാക്കുന്ന ജയ്സാബിനെ വെച്ച് പൈസ ഉണ്ടാക്കുന്ന ഞാനും. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ഉണ്ടാക്കുകയാണ്. എന്താ അടിച്ചത്? ഓണായിട്ട് വണ്ടി ഓടിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് വണ്ടി അറേഞ്ച് ചെയ്തത്. ഓണായിട്ട് കാനഡയിലും പൊളിക്കുന്നുണ്ടല്ലോ. സോ എന്താ പറയുക, അങ്ങനെ 1 ഇയറിന് ശേഷം 2023 സെപ്റ്റംബർ 14 ഞാൻ കാനഡയിൽ വന്നത്. 2024 സെപ്റ്റംബർ 14 അഗെയിൻ കാനഡയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിയപ്പോൾ എൻ്റെ അവിടുത്തെ എമിഗ്രേഷൻ ഓഫീസർ എന്നോട് ചോദിച്ചു, നിങ്ങളെന്താ കറക്റ്റ് ഡേറ്റിനാണല്ലോ വന്നത്, ഒരു വർഷത്തെ ഗ്യാപ്പിൽ എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് 14 എന്നുള്ള എൻ്റെ ലക്കി നമ്പറാണെന്നൊക്കെ പറഞ്ഞത്. ഒരു രക്ഷയില്ല മോനെ. എൻ്റെ ബാഗിൻ്റെ ബാക്കിൽ പുള്ളിയാണ് എന്നെ ഡ്രോപ്പ് ചെയ്തത്. കാണുന്ന ഈ ചങ്ങായി അടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാണ്ട് ഫിറ്റാണോ ജത്ര ഹൗ മച്ച് ഫിറ്റായിട്ട് എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വരെ ലാസ്റ്റ് മുങ്ങി. അപ്പോൾ അങ്ങനെ പുള്ളി വന്നു. പുള്ളിയാണ് എന്നെ പിക്ക് ചെയ്തത്. ലഗേജൊന്നുമില്ല, ആകെ ഒരു ബാഗ്, 1 more ബാഗ്. ഹലോ ഡ്രൈവർ ഹെൽപ്പർ, വണ്ടി എടുക്കുമോ? ബാഗ് എടുക്കുമോ? ആ ബാഗ് എടുക്കുന്ന ലക്ഷങ്ങൾ വില മതിക്കുന്ന ബാഗ് എടുക്കുന്നതിൻ്റെ നടുവിൽ. ആ okay Sri-Lankan. His wife name is Ammu. 990 birth year. അതല്ല വൈഫ് കണക്ട് ചെയ്താ രാജകുമാരനായിട്ട് നിങ്ങൾ വന്ന് പുള്ളിയുടെ ഹോട്ട്സ്പോട്ട് കണ്ടിട്ട് നമുക്ക് അതാ കിട്ടിയത്. എങ്ങനെ പോകുന്നു? വെള്ളടിയും വെള്ളങ്ങളൊക്കെ എങ്ങനെ പോകണം? വെള്ളടി പോകുന്നുണ്ടല്ലേ? അല്ല, ഞാൻ എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരൊക്കെ ഏർപ്പാടൊക്കെ പറഞ്ഞിരുന്നു. ഇതെന്താ ഫോട്ടോയുടെ വീഡിയോ ആണോ? ഫോട്ടോ ഞാൻ വെച്ചാൽ നിങ്ങൾ എന്നെ വെച്ച് പൈസ സ്കോപ്പ് ആക്കണല്ലോ. ഇത് ആശാൻ കിടക്കുന്ന, കാനഡയിൽ ആശാൻ കിടക്കുന്ന ഇവിടെ സ്കോപ്പ് ആക്കണല്ലോ. ഇത് ആരുടെ വീടോ? ഇതാണ് സന്തോഷേട്ടൻ്റെ വീട്. ആണോ? എന്താണ് പരിപാടി? ഏതായാലും ഇക്കൊല്ലത്തെ ഫസ്റ്റ് ഓണം. കഴിഞ്ഞ കൊല്ലത്തിന് ശേഷം ആദ്യത്തെ ഓണാട്ടോ നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 വർഷത്തിന് ശേഷമാണ് നമ്മൾ തിരിച്ച് കാനഡയിലേക്ക് വരുന്നത് കേട്ടോ. അപ്പം അറിയാലോ, നമ്മുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വന്ന ഒരു ടൈമാണ് കഴിഞ്ഞ കൊല്ലം. ഇപ്പോൾ ജെയ്സൺ ബ്രോന് അറിയാം, നമ്മൾ രണ്ടുപേരും കൂടി കാനഡയിൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ രണ്ടുപേരും പോയിട്ട് എവിടെ പോയത്? ടിമോട്ടിൽ പോയി കോഫി അടിക്കാൻ. തകർന്നൊരു മൊമെൻ്റ് ആയിരുന്നേ. ഞാൻ എവിടെയാണോ എന്നെ ആൾക്കാർ തകർക്കാൻ നോക്കി, തകർന്നെന്ന് ഞാൻ പറഞ്ഞില്ല, മാനസികപരമായിട്ട് എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. കാരണം ചെയ്യാത്ത ഒരു കുറ്റത്തിൽ നമ്മൾ ഒരുപാട്. പക്ഷെ അന്ന് എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ഏക വ്യക്തിയാണ് ഈ കിടക്കുന്നത്. ഇവരെ പൂക്കളം, ഇവര് 2 ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൂക്കളം പോലും. ഓണത്തിന് പൂക്കളം മാത്രമല്ല, മാവേലി ഇല്ല. ഇത് മാവേലിക്ക് പറ്റിയൊരു കോല കേട്ടോ, അടിപൊളി. പക്ഷെങ്കിൽ കുപ്പി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് ആരും വെള്ളം അടിക്കരുത് കേട്ടോ. പിന്നെ ഇവർ ജസ്റ്റ് ഒന്ന് വീക്കെൻഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബ്രാൻഡിൻ്റെ പേര് ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ മദ്യത്തിൻ്റെ കുപ്പിയുണ്ട്. ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല, മദ്യം അടിക്കാനും ഒന്നും പ്രോത്സാഹിപ്പിക്കില്ല. പിന്നെ എന്താ പറയുക, ഒരു ഓണാഘോഷമാണ്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ നടന്നൊരു പരിപാടിയിൽ ഞാൻ കയറി ചെന്നിട്ട് ഇവരോട് ഇപ്പം മദ്യം കുടിക്കരുത് എന്ന് പറയാൻ പറ്റില്ല. അവരുടെ വീടാണ്, അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ജെയ്സൺ ബ്രോ, എന്താണ് ഓണത്തിന് നിങ്ങളുടെ സ്പെഷ്യൽ? ഓണത്തിന് സ്പെഷ്യൽ ഹാപ്പി ഓണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇപ്പം കാനഡയിൽ ഓണം എന്ന് പറഞ്ഞാൽ അത്തം തൊട്ട് തുടങ്ങും. അത്തം ബാക്കി വെള്ളടിക്കാൻ തുടങ്ങും. വെള്ളോടി ഇതൊരു സെക്കൻഡ് പാർട്ടാണ്. ഓണം ആഘോഷിക്കുക, ഫാമിലിയായിട്ട് ഒരുമിച്ച് കൂടുക, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഫാമിലികളാണ്. നമ്മുടെ ഫാമിലി അപ്പുറത്ത് നമ്മുടെ വൈഫും കുട്ടികളും എല്ലാവരും കൂടെ ഭയങ്കര അടിപൊളി പരിപാടിയാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അടിക്കുന്നു, ചീട്ട് കളിക്കുന്നു. അതൊരു ചെറിയ സന്തോഷം. ചീട്ടുണ്ടല്ലേ? ചീട്ടുകളി ഞാൻ എന്നെ ഇവര് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ചീട്ടുകളി അപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഏത് കളി കളിക്കുന്നത്? ഏത് കളി കളിക്കുന്നത്? പരിയില്? പരലാണോ പരിയിലാണോ? നമ്മുടെ നാട്ടില് പരിയിൽ എന്നൊരു ഗെയിം ഉണ്ട്. ആള് മെയിനുള്ള ബ്ലാക്ക്, അതാണ് ആശാനല്ലേ? ഇതെന്റെ ഐസ് വാട്ടറിങ് ആണ്. നമ്മളെ
എനിക്ക് ആക്ച്വലി ഓണത്തിന് ഗുരുദക്ഷിണ തരാൻ വേണ്ടി പുള്ളി എല്ലാവർക്കും ഓണത്തിന് കഴിഞ്ഞിട്ട് 20 വെച്ച് തരണം. ഈ വീഡിയോ ഒരു അടൽച്ചുള്ളി വീഡിയോ ആയിട്ട് മാറുന്നുണ്ട് സംശയമുണ്ടോ? അടൽച്ചുള്ളി വീഡിയോ ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ഒരു ആഘോഷം കൊല്ലത്തിൽ ഒരിക്കലും വരുന്ന ഒരു ആഘോഷം. മാവേലി വരെ കേരളത്തിൽ വരുന്ന അടിച്ചു കൊടുക്കണം. പക്ഷേ ഇപ്പൊ മാവേലി കേരളത്തിലല്ലോ. എനിക്കൊന്ന് ദുബായിലെ കരാമേലൊക്കെ പോയിട്ടുണ്ടാവും. നിങ്ങൾക്കറിയോ മാവേലി ഇക്കൊല്ലം പോയത് എവിടെ അറിയോ? ദുബായിലെ കരാമേല്. കാരണം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ലോകത്തിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നതും ഏറ്റവും നല്ല ഇതുള്ളതും ദുബായിലെ കരാമേല. അപ്പം ആ കുഴപ്പം. എനിക്ക് 14-ാം തീയതി ഇറങ്ങണം എന്നൊരു വാശിയായിരുന്നു. ജയ്സാബി പറഞ്ഞെടുക്കേ. ഇവന്റെ ബർത്ത്ഡേ ആണ് 2 ദിവസം കഴിഞ്ഞ്. എന്തുകൊണ്ടാ പുള്ളി ഈ ദിവസം തന്നെ വന്നെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവിടെ വന്നപ്പോ പെണ്ണ് വന്നിറങ്ങി ആ കാലഘട്ടത്തിൽ അതേ കറക്റ്റ് ഒരു വർഷമായപ്പം പുള്ളി തിരിച്ചു വന്നു പറഞ്ഞാൽ അന്ന് മുടങ്ങിയ പുള്ളിയുടെ സോഷ്യൽ മീഡിയ വ്ളോഗ് വീണ്ടും തിരിച്ച് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം ബർത്ത്ഡേ കഴിഞ്ഞ കൊല്ലം എന്റെ ബർത്ത്ഡേ ഇവന്റെ വീടിന്റെ ബേസ്മെന്റിന്റെ ഉള്ളിൽ വളരെ സങ്കടത്തോടു കൂടി നമ്മൾ സെലിബ്രേറ്റ്. ഇപ്രാവശ്യം നിങ്ങളൊക്കെ വേണം, എല്ലാരും വല്ലേ? അന്ന് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു നിങ്ങളോട് ഇഷ്ടമുള്ള ഒരു സുഹൃത്തുണ്ടോ വിളിക്കണേന്ന് ചോദിച്ചതാണ്. അല്ല കഴിഞ്ഞ കൊല്ലം എന്റെ ഭയങ്കര ഒരു സാഡ് മോഡായിരുന്നില്ലേ, ചത്തോലായിരുന്നില്ലേ? ഇതാണ് ശരിക്കും ഞാൻ. ഇതാണ് ശരിക്കും ഞാൻ. ഫുൾ ഓൺ ഫുൾ എനർജി. കഴിഞ്ഞ കൊല്ലം ഞാനായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം എന്റെ പ്രേതായിരുന്നു. അപ്പൊ എന്റെ ബർത്ത്ഡേ എല്ലാവരും കൂടി നമ്മൾ പോരിക്കും. കുപ്പി ഒഴികെ ബാക്കി ഒന്നുമില്ല. അതൊക്കെ ഞാൻ വാങ്ങിത്തല്ല. അത് ബാക്കിയൊക്കെ എന്റെ ഫുൾ ട്രീറ്റ്മെന്റ് ആക്കി ബർത്ത്ഡേ. ഞാൻ അതിനൊക്കെ പ്രിപ്പയർ ആയിക്കൊണ്ട് ഞാൻ വന്നിന്. ഓക്കെ, എന്താണ് ഗെയിം നിങ്ങൾ പറ. ഇങ്ങേരുന്ന പരിയിൽ നിന്ന് പറഞ്ഞ അതെന്ത് കളിയാ? ആള് എപ്പോഴും തിരിച്ചടിക്കുന്ന ആളാ. ഇത് കോഴിക്കോടുകാർക്ക് കീച്ച്, ചാലക്കുടിക്കാർക്ക് പരല്, കൊല്ലംകാർക്ക് പന്നിവലത്ത്. നിങ്ങൾക്ക് എവിടെ? അല്ല ഇതിപ്പോ ഇവിടെ എത്ര ജില്ലക്കാരുണ്ട് ഇവിടെ? അതുപോലെ ഇത് നമ്മുടെ ജയ്സംബ്രോന്റെ കുഞ്ഞുമോളാണ്. ഇവിടെ ഞാൻ അതിൽ വീട്ടിൽ നിന്ന് എത്തിയിട്ട് കാണിച്ചിട്ട് കേട്ടോ. ഞാൻ വീട്ടിൽ പോയിട്ട് കറക്റ്റായിട്ട് ഇവിടെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുഞ്ഞു മോളായിരുന്നു, ഇപ്പം എന്തേ വലിയ മോളായി. ഹായ് പറ, ചിരിച്ചേ. ഇൻസ്റ്റാഗ്രാമിലെ സെലിബ്രിറ്റിയാണ് ഇത്. ഇൻസ്റ്റാഗ്രാമിലെ സെലിബ്രിറ്റി അമ്മ. സെലിബ്രിറ്റി ഫുഡ് 5 ലക്ഷം ആരാ പൈസക്കാരാ? പൂവാടി പെണ്ണെ അച്ഛനെ കാണാൻ, പൂവാടി പെണ്ണെ അച്ചപ്പം കൊഴപ്പം പട്ടപ്പം ചുട്ട് അച്ഛനെ കാണാൻ. പൂവാടി പെണ്ണെ അച്ഛനെ കാണാൻ, പൂവാടി പെണ്ണെ അച്ചപ്പം കൊഴപ്പം പട്ടപ്പം ചുട്ട് അച്ഛനെ കാണാൻ. പൂവാടി പെണ്ണെ അന്യമാങ്ങ പ്രായത്തിൽ തൃശ്ശൂരാണോ? ചാലക്കുടിക്കാരൻ കണ്ടപ്പോ മാമ്പഴമാവട്ടേന്ന് എന്റെ പൊന്നാരേ, മാമ്പഴമാവട്ടേന്ന് 3, 4 പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാവട്ടേന്ന് എന്റെ പൊന്നാരേ, മാമ്പഴമാവട്ടേന്ന്. ഇന്നലെ വീട്ട മഞ്ഞ ചുരിദാറ് ആരുടെ കാസാണടി എന്റെ പൊന്നാരേ, ഇന്നലെ വീട്ട മഞ്ഞ ചുരിദാറ് ഇതിന്റെ പവറാട്ടോ, ഇതിന്റെ പവർ. കുടിച്ചാലും കാക്കവേള
പോയിട്ടില്ലേ? അതൊക്കെ പോയിട്ടോ, നോക്കണ്ട. ഇത് ഓണസദ്യന്റെ കറികളും ചോറുകളൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. യെസ് മോളെ പറ. ആകെ ഇവിടെ ഒറ്റ ക്യൂട്ട് ഇവളാട്ടോ ഓണ ഡ്രസ്സിൽ. ഇവിടെ എല്ലാവരും നോക്കുമ്പോൾ ഒറ്റ ക്യൂട്ട് ഇവിടാണ് ഡ്രസ്സിങ്ങിൽ. നോക്കിയേ, കറക്റ്റ് ഓൺ ഡ്രസ്സിലുണ്ട്. പക്ഷെ ഓളെ സൈഡിൽ നോക്കാൻ പാടില്ല. സൈഡിൽ നോക്കുമ്പോൾ ട്രൗസറാണ്. ഓക്കെ, ഇവരുടെ ഫുഡ് കാണിച്ചിട്ടോ. ഇതാണ് ഓണത്തിന് ഇവർ സെർവ് ചെയ്യുന്ന ഫുഡ്. ഓക്കെ, ഒരുവിധം എല്ലാം ഉണ്ട് കേട്ടോ. 2023 ഞാൻ ഓണം ആഘോഷത്തിൽ ഓണം ഉണ്ടിട്ടില്ല. 2024 ഓണം ഉള്ളുന്നത്. അത് കാനഡയിലാണ്. ഓക്കെ, ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ വിഷയം പറഞ്ഞിരിക്കുന്നതാണ്, എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി. അപ്പൊ അവരുടെ വെള്ളോടി പാർട്ടി കഴിഞ്ഞു, ചീട്ടുകളി പാർട്ടി കഴിഞ്ഞു, ഫുഡ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ പോയിട്ട് കിടന്നു. അയ്യോ അയ്യോ, അത്രയ്ക്ക് സൈഡായി പോയി. ചേട്ടാ ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ സ്ത്രീന്റെ പറഞ്ഞ സത്യമല്ല ശരിക്കും. ബാഹുബലിയൊക്കെ ഇട്ടുണ്ട്, പിടിക്കണ്ട. അല്ലെങ്കിൽ ഒരു $1000 വായിക്കോ. $1000 കൊടുത്തേ. എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവർ കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ ഇവർ പിക്ക് ചെയ്യാൻ വന്നിട്ട് അങ്ങനെയൊക്കെയാണ് ബ്ലോഗ് പ്രതീക്ഷിച്ചത്. പക്ഷേങ്കിൽ എയർപോർട്ടിലാവും വന്നിട്ടില്ല. ഇവിടെ വെള്ളടി പാർട്ടി ആയതുകൊണ്ടാണ്. പിന്നെ അവർക്ക് കിട്ടുന്നൊരു സന്തോഷമാണ്. ഇന്ന് സാറ്റർഡേ നൈറ്റ് ആണ്, നാളെ സൺഡേ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇത് കൂടിയെന്ന് എനിക്ക് തോന്നുന്നുട്ടോ. സോ ഹാപ്പി. ഇനി നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോകും. വീട്ടിൽ പോയിട്ട് പോകുന്ന വഴി കുറച്ച് കാര്യങ്ങളോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പക്ഷേങ്കിൽ നാളെ മുതൽ എൻ്റെ ഫേസ് ആവില്ല കാണുമോ. നാളെ മുതൽ നമ്മൾ എന്തായാലും ഇവിടുത്തെ നല്ല കാഴ്ചകളാണ്. അപ്പം നമ്മളങ്ങനെ പോവുകയാണ്. എല്ലാവരും കണ്ണൊക്കെ ചുവന്ന്. എന്താണ് ബ്രോ കണ്ണു വന്നത്? വെള്ളത്തിൽ കളിക്കണം. എത്ര പൈസ പോയി? ആർക്കാ പൈസ കിട്ടാ? വെള്ളമില്ല, പറ്റൂല, ഉള്ളതും പോയി, ഒന്നുമില്ല. എത്ര പൈസ കിട്ടി? എല്ലാരും ഒരു ഫോട്ടോ എടുത്തിട്ട് അല്ല, എത്ര പൈസ കിട്ടി പറ? എല്ലാം പോയി. ആർക്ക് പൈസ കിട്ടാർക്കാ? 4,98,985,035. ചെലവുണ്ട്, ചെലവുണ്ട്. ഓക്കെ, നമ്മളിപ്പോ നമ്മുടെ വീട്ടിലേക്കാണ് പോണത്. നമ്മൾ 4 പേരുണ്ട്. പുള്ളി വെള്ളടിച്ചുകൊണ്ട് കള്ളുകൂടിയാൻ പുറകിലുണ്ട്, വണ്ടി ഓടിക്കുന്നില്ല. അപ്പം ഞാൻ നല്ല ടയർഡ്, എൻ്റെ കണ്ണെല്ലാം കണ്ടു. ഞാൻ ഉറങ്ങിയിട്ടില്ല. ജെറ്റ് ലാഗിലുള്ളത്. ജെറ്റ് ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടൈം സോൺ മാറി മറ്റു ടൈം സോണിൽ പോകുമ്പോൾ നമ്മുടെ സമയം മാറുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് അസുഖങ്ങളാണ്. ഉറക്കവും ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ജെറ്റ് ലാഗ് വരാണ്ടിരിക്കാണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ കാനഡയിൽ ഇപ്പോൾ ഞാൻ 5 മണിക്ക് ലാൻഡ് ചെയ്തു. അവിടുന്ന് വരുന്നവരെ ഉറങ്ങിയിട്ടില്ല. ഞാൻ അവിടുന്ന് വരുമ്പോഴേ കാനഡ ടൈമിൽ ജീവിച്ചത്, ഉറങ്ങിയിട്ടില്ല. ഇപ്പം നാട്ടിൽ ഇപ്പോൾ പുലർച്ചെയാണ്, നമ്മൾ എഴുന്നേക്കുന്ന സമയമാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല, രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ഇവിടുത്തെ 10 മണിക്ക് കിടന്നുറങ്ങും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ജെറ്റ് ലാഗൊക്കെ സോർട്ട് ആയിക്കോളും കേട്ടോ. ഓക്കെ, ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ 1 വർഷം ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന് ഞാൻ നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, ഒരുപാട് കളിയാക്കലുകൾ, ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ നമ്മളൊരു ഇതാക്കിയിട്ടുള്ള പരിപാടികൾ. പിന്നെ നമ്മുടെ കൂടെ കട്ടക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷ പല സുഹൃത്തുക്കളും നമ്മൾ ഒഴിവാക്കിയിട്ട് പോയി. നേരെ മറിച്ച് നമ്മളെ കൂടെ നിൽക്കില്ല എന്ന് പ്രതീക്ഷ പലരും നമ്മളോട് കട്ടക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 1 വർഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. കഴിഞ്ഞ ആ ഒരു സെപ്റ്റംബർ 14 മുതൽ ഇനി സെപ്റ്റംബർ 14 ദിവസങ്ങളിൽ. അപ്പോൾ ആ ഒരു പാഠങ്ങളിലൊക്കെ എടുത്തിട്ട് ഇനി അങ്ങോട്ടൊക്കെ ലൈഫ് എന്ത് ചെയ്യാൻ പോകണം, കുറച്ചുകൂടി ബെറ്ററൊക്കെ പോകട്ടോ. ഓക്കെ, നല്ല വീഡിയോസ് വരാനുണ്ട്. നമ്മളിനി ഒരുപാട് ട്രാവൽ വീഡിയോസ് വരാനുണ്ട്. അല്ല ബ്രോ, നമ്മൾ ട്രക്കിലൊക്കെ പോകണില്ല? മൺഡേ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. യെസ്, നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഞങ്ങൾ റെസ്റ്റ് എടുക്കുക. വന്നിട്ട് തിങ്കളാഴ്ചയോടെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. കാനഡ ഒരു 10 ദിവസം. പിന്നെ നമ്മൾ അസീവും സുഹയിലൊക്കെ വരുന്നത് എല്ലാവരും പിടിച്ച് വീഡിയോ ആഡ് ചെയ്യും. നല്ല ട്രാവൽ വീഡിയോസ്. കഴിഞ്ഞ തവണ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാനഡയിലെ ട്രാവൽ വീഡിയോസ് എന്നുള്ളത്. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഞാൻ വളരെ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞ നല്ല അടിപൊളി ട്രാവൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി വരാൻ കേട്ടോ. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും പറ്റി എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് 100% സത്യമാണ് എന്ന് അറിഞ്ഞാൽ മാത്രം നിങ്ങൾ റിയാക്ട് ചെയ്യട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. കാരണം നിങ്ങളുടെ ഓരോ റിയാക്ഷനും ഒരു കുടുംബത്തിൻ്റെ സന്തോഷവും സങ്കടവും എന്താ പറയുക സമാധാനവും എല്ലാം തകർക്കാൻ പറ്റുന്ന ഒരു വാല്യൂ അതിലുണ്ട്. സോ റിയാക്ട് ചെയ്യും. അനാവശ്യമായിട്ടൊരു കമൻറ്റോ ലൈക്ക് ഇടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് പഠിക്കുക. ഓക്കെ, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും ഒരിക്കലും വിചാരിക്കാത്ത ലെവലിലുള്ള കഷ്ടപ്പാടൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്. അഫ്കോഴ്സ്, പക്ഷെ നമ്മൾ തളരില്ല.
ഒരു കാരണവശാലും തളരില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു കാനഡ ട്രിപ്പ്. ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും. നമ്മുടെ ലൈഫിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ അതൊക്കെ ഒരു ഷോർട്ട് ടൈം പീരീഡ് മാത്രം. അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് പോയിക്കോളും. നിങ്ങൾ ആ ഒരു മൊമെൻറ്റ് പാസ് ചെയ്യുന്നവരൊന്നും അടങ്ങാതെ ഒതുങ്ങിയെന്ന് കേട്ടോ. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നല്ല ട്രാവൽ വീഡിയോസ് കാനഡയിൽ നിന്ന് വരാണ്ട് എല്ലാവരും കീപ് ട്യൂൺ, സ്റ്റേ ട്യൂൺ, വെയിറ്റ് ചെയ്യ്. ഓക്കെ, അടിപൊളി വീഡിയോസുമായിട്ട്